നമസ്തേ, ഞാൻ ശ്യാം ബാബു കോറത്ത്. ഒരു പകൽ അരമണിക്കൂറിൽ നോക്കാം ടോപ്പ് 7 at 7. അങ്ങനെ പോറ്റിക്കടത്തിയ ദ്വാരപാലക പാളികൾ സന്നിധാനത്തേക്ക് തിരിച്ചെത്തിച്ചു. തുലാമാസ പൂജകൾക്കായി നട തുറന്ന ശേഷമാണ് ഈ പാളികൾ പുനഃസ്ഥാപിച്ചത്. നട തുറക്കുന്നു, ധന്യമായ നിമിഷം. പക്ഷേ വിവാദങ്ങൾക്കൊട്ടും കുറവില്ല. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ സന്നിധാനത്ത് നിന്ന് തന്നെ ചേരുന്നുണ്ട്. അരുൺ, ഈ നിമിഷം വരെ നടന്ന ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ്. തീർച്ചയായും ശബരിമലയെ സംബന്ധിച്ചോളം നേരത്തെ ശ്യാം സൂചിപ്പിച്ച പോലെ തന്നെ വിവാദ ഭൂമിയാക്കാനുള്ള ഒരു കൂട്ടമായുള്ള ഒരു ശ്രമം, ആ ഒരു ശ്രമങ്ങളൊക്കെ തന്നെയും 2018 മുതൽ ഇങ്ങോട്ട് എടുത്തു നോക്കുമ്പോൾ അത് കൃത്യമായി തന്നെ മനസ്സിലാകും. ഏതു കേന്ദ്രങ്ങളിൽ നിന്നാണ് ശബരിമലയുടെ പവിത്രത തകർക്കുക, ശബരിമലയുടെ ആ ഒരു വിശ്വാസം തകർക്കുക എന്നുള്ള ഗൂഢലക്ഷ്യങ്ങളൊക്കെ തന്നെയും എവിടെയാണ് കൃത്യമായി ആസൂത്രണം ചെയ്യുന്നതെന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും ശബരിമലയെ സംബന്ധിച്ചോളം ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായി. ഇന്ന് നട കൃത്യം 4 മണിക്ക് തുറന്നതിന് ശേഷമാണ് ഈ സ്വർണ്ണപ്പാളികൾ ഈ ഒരു ദ്വാരപാലക ശില്പത്തിലേക്ക് നടപടിയിലേക്ക് എത്തിയിരുന്നത്. ആ ഒരു സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ടത് വലിയ വിവാദത്തിലേക്ക് ശബരിമലയെ ഒന്നാകെ എത്തിച്ച ഒരു സംഭവം കൂടിയായിരുന്നു ഇത്. അതിലേറ്റവും എടുത്തു പറയേണ്ടത് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും വന്ന ഒരു വലിയ വീഴ്ച. ആ ഒരു വലിയ വീഴ്ച ഈ ശബരിമലയിലെ വലിയൊരു തട്ടിപ്പ് പുറത്തു കൊണ്ടുവരുന്നുവെന്നാണ് അതിലൂടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കേണ്ടത്. അതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു സുപ്രധാനമായിട്ടുള്ള കാര്യം, ശബരിമലയെ സംബന്ധിച്ചോളം വലിയ കൊള്ള നടന്നിരുന്നു. അത് സ്പോൺസർമാരുടെ പേരിലാകട്ടെ, ഉദ്യോഗസ്ഥ തലത്തിലാകട്ടെ, ദേവസ്വം തലത്തിലാകട്ടെ 2019 ഒരു വലിയ കൊള്ളയുടെ ഒരു മഞ്ഞുരുകുന്ന ഒരു ഭാഗം മാത്രമാണ് നിലവിൽ പുറത്ത് വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ശബരിമലയിലെ ദ്വാരപാലക സ്വർണ്ണപ്പാളി ബന്ധപ്പെട്ട കാര്യമായിരുന്നു. ആ കാര്യങ്ങളിലൊക്കെ തന്നെ ഗുരുതരമായുള്ള വീഴ്ചകൾ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് വീണ്ടും വലിയ കോലാഹലങ്ങൾക്ക് ശേഷം വീണ്ടും ശബരിമല സന്നിധാനത്തേക്ക് ഈ സ്വർണ്ണപ്പാളികൾ എത്തിയത്. ഏകദേശം 1.5 മണിക്കൂറോളമായിരുന്നു ഈ ചടങ്ങ് നടന്നത്. ഇതിനുശേഷം ശുദ്ധിക്രിയകളടക്കം ശബരിമലയിൽ നടക്കുകയും ചെയ്തു. ശ്യാമ, ഇതാണ് ശബരിമലയുടെ ഇപ്പോഴത്തെ ഒരു കാഴ്ച. വലിയ രീതിയിലുള്ള ഒരു ഭക്തജന പ്രവാഹം. സാധാരണ മാസപൂജാ സമയങ്ങളിൽ ഇത്തരമൊരു വലിയ തീർത്ഥാടന തിരക്ക് ഉണ്ടാകാറില്ല. പക്ഷേ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തെ അനുസ്മരിക്കും വിധമുള്ള വലിയ രീതിയിലുള്ള ഒരു തീർത്ഥാടക സഞ്ചയമാണ് ശബരിമല സന്നിധാനത്തേക്ക് ഇങ്ങനെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു തിരക്ക് നാളെയും തുടരാൻ ഒരു സാധ്യതയാണ് നിലവിലുള്ളത്. പോലീസും ദേവസ്വം ബോർഡും കണക്ക് കൂട്ടുന്നതിനപ്പുറത്തേക്കുള്ള വലിയ രീതിയിലുള്ള ഒരു ഭക്തജന പ്രവാഹമാണ് ഈ ഒരു അയ്യപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് ഉണ്ടായിരിക്കുന്നത്. അത് ചേർത്ത് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നത് ശബരിമലയെ ഒരു വിവാദ ഭൂമിയാക്കി തങ്ങളുടെ വിശ്വാസങ്ങൾക്ക് വലിയ കടന്നു കയറ്റം നടത്താനുള്ള ഒരു തീരുമാനങ്ങളൊക്കെ തന്നെയും ആ വിശ്വാസത്തെ മുറിവേൽപ്പിക്കുന്ന രീതിയിലേക്കുള്ള നടപടിക്രമങ്ങളൊക്കെയും ഉണ്ടാകുന്ന ഒരു സമയത്ത് ഇത്തരത്തിൽ ഒരു നടപടിക്രമത്തിലേക്ക് പോയാൽ അത് വിശ്വാസത്തിന് കളങ്കമാകുന്ന രീതിയിലേക്ക് പോകുമെന്നുള്ള ഒരു കൃത്യമായ ഒരു നിരീക്ഷണങ്ങളൊക്കെയും ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ആ ലക്ഷ്യം വെക്കുന്ന ആളുകൾക്ക് മുന്നിലേക്കാണ് ഈ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി എടുത്ത് പറയുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇപ്പോൾ ഈ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും അദ്ദേഹം
ആ കാര്യങ്ങളിലേക്കൊക്കെ തന്നെ എത്തുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ നിലവിൽ വലിയ വിവാദ വിഷയങ്ങളൊക്കെ തന്നെയും ഉടലെടുത്ത ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു മറുപടി കൂടി ഈ വിഷയങ്ങളിലെല്ലാം തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ആ ചോദ്യങ്ങളൊക്കെ തന്നെയാകും പ്രധാനമായും അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാൻ ഉണ്ടാകുകയും ചെയ്യുക. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വലിയ രീതിയിലുള്ള ഹൈന്ദവ സംഘടനകളൊക്കെ തന്നെയും ഈ ഒരു വിഷയങ്ങളിലൊക്കെ തന്നെ വലിയ ആരോപണങ്ങളൊക്കെ തന്നെയും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും ആ വിഷയങ്ങളിലൊക്കെ തന്നെയും കൃത്യമായ ഒരു മറുപടി ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്നും പറയേണ്ട ഒരു സാഹചര്യം നിലവിലുള്ള അതിനുള്ള കൃത്യമായ ഒരു മറുപടി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം കൃത്യമായി പറയാനുള്ള ഒരു സാധ്യതയാണ്. എന്തായാലും അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാധ്യമങ്ങളെ കാണും. അതിനുള്ള ആ ഒരു തത്സമയ ദൃശ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കാണുന്നത് തത്സമയം പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. ഈ വിവാദങ്ങളുടെയൊക്കെ ഒരു ലക്ഷ്യം ശബരിമല എന്ന ആ ചൈതന്യത്തെ ഉന്നം വെച്ച് തകർക്കുക എന്ന ലക്ഷ്യമാണ്. പക്ഷേ അതൊന്നും ഏശുന്നില്ല. വലിയ ഭക്തജന പ്രവാഹമാണ് ഇപ്പോഴും ശബരീശന്റെ സന്നിധിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് ഇപ്പോൾ മാധ്യമങ്ങളെ കാണും. നടപടിക്രമങ്ങളെല്ലാം ഭംഗിയായി പൂർത്തിയായി. ദ്വാരപാലക ശില്പങ്ങൾ പുനഃസ്ഥാപിച്ചു കഴിഞ്ഞു. തന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്ത്രിയുടെ അനുജ്ഞ വാങ്ങിയാണ് അത് പൂർത്തിയാക്കിയത്. ശുദ്ധികലശ കർമ്മങ്ങളും കഴിഞ്ഞു. എല്ലാം ഭംഗിയായി പര്യവസാനിച്ചു. ഞങ്ങൾ ഈ തിരുവാഭരണ ഈ ദ്വാരപാലക ശില്പങ്ങൾ കൃത്യമായ നടപടിക്രമങ്ങൾ തിരുവാഭരണ കമ്മീഷൻ്റെ നേതൃത്വത്തിൽ കൃത്യമായ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണോ മാനുവൽ പ്രൊസീജിയർ ആ മാനുവൽ പ്രൊസീജിയർ അനുസരിച്ച് സുശക്തമായ സുരക്ഷിത വാഹനത്തിലാണ് ഞങ്ങൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. അവിടെ കൊണ്ടു ചെന്നപ്പോഴാണ് സ്വാഭാവികമായും സ്പെഷ്യൽ കമ്മീഷൻ്റെ ഒരു ചെറിയ ഒരു വിഷയം വരുന്നത്. ഞങ്ങളത് കൃത്യമായി തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തുകയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് അത് ബോധ്യമാവുകയും ഞങ്ങൾക്ക് അത് പ്ലേറ്റ് ചെയ്ത് തിരിച്ചുകൊണ്ട് ഇവിടെ വന്ന് സ്ഥാപിക്കുവാനുള്ള അനുമതിയും കിട്ടി. അത് വളരെ ഭംഗിയായി ആ മംഗളകർമ്മം ഇവിടെ കഴിഞ്ഞു. എന്തായാലും ഭംഗിയായി കഴിഞ്ഞതിൽ ഞങ്ങൾക്കെല്ലാം വലിയ സന്തോഷമുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോയപ്പോൾ ഉണ്ടായിരുന്ന പാളികളുടെ തൂക്കം 22.833 കിലോഗ്രാം ആയിരുന്നു. 22.833 കിലോഗ്രാം ആയിരുന്നു. ഇപ്പോൾ 22.876 കിലോഗ്രാം ഉണ്ട്. 22.876 കിലോഗ്രാം, അതായത് 9.702 ഗ്രാം കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലായ പത്രക്കുറിപ്പ് ഇപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ പി ആർ ഒ തരും. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഒരു നിലവിലുള്ള സ്ഥിതി എന്ന് പറയുന്നത്. സ്വർണത്തിൻ്റെ അളവ് 9.702 ഗ്രാം കണ്ട് വർദ്ധിച്ചിട്ടുണ്ട്. എന്തായാലും നിങ്ങളുടെ എല്ലാം പിന്തുണയും നിങ്ങളുടെ എല്ലാം സഹകരണവും എല്ലാവിധമായ സഹകരണവും കൊണ്ട് നമുക്ക് മംഗളകരമായി ഈ ചടങ്ങ് പൂർത്തിയാക്കാൻ പറ്റി. എല്ലാവർക്കും നന്ദി പറയുന്നു. പ്രസിഡന്റ്, ഇന്നിപ്പോൾ മുഖ്യപ്രതി അറസ്റ്റിലായ ദിവസമാണ്. ക്ഷേത്രം തുറക്കുകയും ഈ സ്വർണ്ണപ്പാളികൾ പുനഃസ്ഥാപിക്കുകയും ചെയ്തത്. അത് എന്ത് തോന്നി നിമിഷം? അതൊക്കെ യാദൃച്ഛികമാകാം. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കും. കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. നമുക്ക് ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും ആഗ്രഹം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയ സ്വർണം ഭഗവാന്റെ ഒരു തരി സ്വർണ്ണമെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കണം. കുറ്റവാളികളെ മാതൃകാപരമായി ശിക്ഷിക്കണം. ഇത് രണ്ടും നടക്കുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അത് നടക്കുകയും ചെയ്യും. ഓക്കെ, ശരി. യെസ്, അങ്ങനെ പറഞ്ഞത് തന്നെ ആവർത്തിച്ച് പറയുകയാണ്. സന്നിധാനത്തെത്തിയ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് തത്സമയമാണ് പ്രേക്ഷകർ കണ്ടത്. ഇനി നമുക്ക് വളരെ പെട്ടെന്ന് മറ്റു വാർത്തകൾ കൂടി വേഗത്തിൽ നോക്കാം. ദേവന്റെ ഹിതം അറിഞ്ഞിട്ടാണോ ഇക്കണ്ട കാര്യങ്ങളെല്ലാം ചെയ്തത്? വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ശബരിമലയിൽ 2018 ശേഷം ദേവപ്രശ്നം നടത്തിയിട്ടില്ലെന്നതാണ് വാസ്തവം. ദേവപ്രശ്നം വേണമെന്ന ആവശ്യം ഉന്നയിച്ച് വിശ്വ ഹിന്ദു പരിഷത്ത് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ? ശ്യാം,
ഏറ്റവും ഒടുവിൽ 2018 ശബരിമലയിൽ ദേവപ്രശ്നം നടത്തിയത്. അതിനുശേഷം ഒന്നും തന്നെ ദേവഹിതം അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടത്തിൽ ഈ ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളൊക്കെ തന്നെ കത്തി നിൽക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെ ശബരിമലയിൽ ദേവപ്രശ്നം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിശ്വ ഹിന്ദു പരിഷത്ത് നിലവിൽ ഹൈക്കോടതിയിൽ ഒരു ഉപഹർജി സമർപ്പിച്ചിരിക്കുകയാണ്. ഹൈന്ദവ സംഘടനകൾ ഒന്നാകെ ഈ ഒരു ആവശ്യം നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാദമായിട്ട് ഉന്നയിക്കുന്നത് നവഗ്രഹ പ്രതിഷ്ഠ, അതിന്റെ പുനഃപ്രതിഷ്ഠ അടക്കം നടത്തിയ സമയത്തു കൂടി ശബരിമലയിൽ ഇത്തരത്തിൽ ദേവഹിതം അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് വിദഗ്ധരടങ്ങിയ ഒരു പാനലിനെ ഈ പ്രശ്നത്തിന് വേണ്ടിയിട്ട് നിയോഗിക്കാൻ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് മുൻകൈ എടുത്ത് ഉത്തരവിടണമെന്നുള്ളതാണ് ഉപഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. നേരത്തെ വിശ്വ ഹിന്ദു പരിഷത്ത് തന്നെയാണ് വിവിധ ദേവസ്വങ്ങളിൽ വൻ ക്രമക്കേട് നടക്കുന്നുണ്ടെന്നും ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ അത് CBIയുടെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടും ഒരു ഹർജി നൽകിയത്. ആ പ്രധാന ഹർജിയിൽ തന്നെയാണ് ഈ ആവശ്യം കൂടി ഉന്നയിച്ചുകൊണ്ട് എന്തായാലും ദേവന്റെ ഹിതം അറിയണം. അതറിഞ്ഞാൽ മാത്രമല്ലേ ബാക്കി കാര്യങ്ങളെല്ലാം പ്രസക്തമുള്ളൂ. ആ തരത്തിലുള്ള നടപടി ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്ത് നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. രേഷ്മ ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്. കുടുക്കിയവരെ കുടുക്കുമെന്ന് പോറ്റി കട്ടായം പറഞ്ഞു. ഇതോടെ സംഘടിത കൊള്ളയെന്ന വാദം കൂടുതൽ ശക്തമായി. പോറ്റിയെ പോറ്റിയവരും പോറ്റിയിൽ നിന്ന് സ്വർണം പങ്കിട്ടവരും കുടുങ്ങുമെന്ന് ഉറപ്പ്. റാന്നി കോടതിയിൽ ഹാജരാക്കിയ പോറ്റിയെ തിരുവനന്തപുരത്ത് എത്തിച്ച് ചോദ്യം ചെയ്യുകയാണ്. ഗോകുലന്റെ റിപ്പോർട്ട് കാണാം. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ ഇന്ന് പുലർച്ചെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. 8:30 തിരുവനന്തപുരത്ത് നിന്നും പോറ്റിയുമായി അന്വേഷണ സംഘം പത്തനംതിട്ടയിലേക്ക് തിരിച്ചു. 10:30 റാന്നി കോടതിയിൽ. ഹൈക്കോടതി നിർദ്ദേശമുള്ളതിനാൽ അടച്ചിട്ട കോടതിയിലായിരുന്നു നടപടികൾ. അറസ്റ്റ് രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ റിമാൻഡ് ചെയ്ത പോറ്റിയെ അന്വേഷണ സംഘത്തിന്റെ ആവശ്യപ്രകാരം ഈ മാസം 30 വരെ കസ്റ്റഡിയിൽ വിട്ടു. കോടതി നടപടികൾ പൂർത്തിയാക്കി ഇറങ്ങും വഴി തന്നെ കുടുക്കിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന പോറ്റിയുടെ പ്രതികരണം. എന്നെ കുടുക്കിയവർ ഇത് നിയമത്തിന്റെ മുമ്പിൽ വരും. അവര് കണ്ടെത്തും. അതവർ കണ്ടെത്തും. തിരുവനന്തപുരത്തേക്ക് എത്തിച്ച പോറ്റിയെ കൂടുതൽ ചോദ്യം ചെയ്യും. ബംഗളൂരു, ചെന്നൈ, ഹൈദരാബാദ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. തുലാമാസ പൂജകൾ പൂർത്തിയാക്കി നടയടച്ച ശേഷം സന്നിധാനത്തെത്തിച്ചും തെളിവെടുപ്പ് നടത്തും. കവർച്ച നടത്തിയ സ്വർണം വീണ്ടെടുക്കുക എന്നതാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള പ്രധാന ദൗത്യം. ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളിലേക്കും പോറ്റി സ്വർണം നൽകിയെന്ന് പറയുന്ന കൽപേഷ് പോലെയുള്ള പേരുകളിലേക്കും അന്വേഷണം നീളേണ്ടതുണ്ട്. 6 ആഴ്ച കാലാവധിയാണ് അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി അനുവദിച്ചിട്ടുള്ളത്. അവശേഷിക്കുന്ന ദിവസങ്ങൾക്കുള്ളിൽ ത്വരിതഗതിയിൽ അന്വേഷണം പൂർത്തിയാക്കി അന്വേഷണ സംഘത്തിന് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. ജനം, പത്തനംതിട്ട. ഓർഗനൈസ്ഡ് ലൂട്ടിംഗ്, സംഘടിത കൊള്ളയാണ് അക്ഷരാർത്ഥത്തിൽ ശബരിമലയിൽ നടന്നത്. പോറ്റി പോക്കറ്റിലാക്കിയത് 2 കിലോ സ്വർണം. അത് പങ്കിട്ടെടുക്കാനും ആളുണ്ടായി. സന്നിധാനത്ത് നടത്തിയത് കടുത്ത ആചാര ലംഘനമാണെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ആ വിശദാംശങ്ങളിലേക്ക്. ശബരിമലയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി കടത്തിയത് 2 കിലോയോളം സ്വർണം. സ്വർണം പൊതിഞ്ഞ് ചെമ്പുപാളി ഇളക്കി കൊണ്ടുപോയി. ഇതിൽ നിന്നും സ്വർണം വേർതിരിച്ചെടുത്ത് ഒരു പങ്ക് കൈക്കലാക്കി. കുറ്റകരമായ ഗൂഢാലോചനയും കവർച്ചയുമാണ് പോറ്റിയുടെ നേതൃത്വത്തിൽ ശബരിമല കേന്ദ്രീകരിച്ച് നടന്നതെന്ന് SIT സംഘം കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ശബരിമലയിലെ സ്വർണം സംസ്ഥാനത്തിന് പുറത്തേക്ക് കടത്തി. ശില്പപാളികൾ പലയിടത്തും എത്തിച്ച് പൂജ ചെയ്യുകയും പലരിൽ നിന്നും പണപ്പിരിവ് നടത്തി വൻ സാമ്പത്തിക ലാഭമുണ്ടാക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സമൂഹത്തിൽ നല്ല സ്വാധീനമുള്ളയാളാണ് പ്രതിയെന്നും ഈ സ്വാധീനം ഉപയോഗിച്ചാണ് കവർച്ച നടത്തിയതെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. മുരാരി ബാബുവിനെതിരെയും റിപ്പോർട്ടിൽ ഗുരുതരമായ പരാമർശമുണ്ട്. പ്രതികളുടെ നടപടി ലക്ഷക്കണക്കിന് അയ്യപ്പ വിശ്വാസികളുടെ വിശ്വാസത്തെ ഹനിച്ചെന്നും അന്വേഷണ സംഘം റാന്നി കോടതിയിൽ അറിയിച്ചു. കൂട്ടുപ്രതികളെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുള്ളതിനാൽ മൊഴിയെടുപ്പിനും തെളിവെടുപ്പിനുമായി പോറ്റിയെ അന്വേഷണ സംഘം പരമാവധി ദിവസം കസ്റ്റഡിയിൽ ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് ഒക്ടോബർ 30 വരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു. ജനം, പത്തനംതിട്ട. ഹിജാബ് ധരിച്ച് ക്ലാസ്സിലിരിക്കാൻ കുട്ടിയെ അനുവദിക്കണമെന്ന് DDE ആവശ്യപ്പെട്ടെന്ന് സ്കൂൾ അധികൃതർ. ഹൈക്കോടതിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. DDEയുടെ നോട്ടീസിന്മേൽ സ്റ്റേ ഇല്ല. സ്കൂളിന്റെ ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിന്റെ വിശദീകരണവും തേടിയിട്ടുണ്ട്.
ഒരു വാക്ക് പറഞ്ഞാൽ അത് നടപ്പാക്കിയിരിക്കും. അതാണ് നരേന്ദ്രമോദിയും അമിത്ഷായും. നരേന്ദ്രമോദി സർക്കാരിന് മുന്നിൽ മുട്ടുമടക്കി ഇടത് ഭീകരത. ഛത്തീസ്ഗഡിലെ ബസ്തറിൽ ആയുധം താഴെ വെച്ച് കീഴടങ്ങിയത് 208 ഇടത് ഭീകരരാണ്. ഇവരിൽ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുമുണ്ട്. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, ഈ 2026 മാർച്ച് 31 ഡെഡ് ലൈൻ. പക്ഷേ കാര്യങ്ങളുടെ ഒരു വേഗതയനുസരിച്ച് അതിനു മുമ്പ് തന്നെ ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് തോന്നുന്നത്, അല്ലേ? ശ്യാം, ബലപ്രയോഗത്തിലൂടെ അല്ലാതെ ചർച്ചകളിലൂടെയും വികസനത്തിലൂടെയും ഈ മാവോയിസ്റ്റുകളുടെ അടക്കമുള്ള തീവ്രവാദികളെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിന് ഒരു പൊന്തൂവൽ കൂടിയാണ് ഇന്നിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. 210 മാവോയിസ്റ്റുകളാണ് ഇന്നിപ്പോൾ കീഴടങ്ങിയിരിക്കുന്നത്. ഇത് ബസ്തർ മേഖലയിലെ ദണ്ഡകാരുണ്യ പ്രദേശത്താണ് ഇന്നിപ്പോൾ ഈ കീഴടങ്ങൽ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ പ്രമുഖരായിട്ടുള്ള നേതാക്കളും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ശ്രദ്ധേയകരമായ കാര്യം. മാത്രമല്ല, ഈ മാവോയിസ്റ്റുകളുടെ കേന്ദ്രത്തിൽ ബോംബ് നിർമ്മാണത്തിൽ വളരെ വിദഗ്ധനായ വ്യക്തിയും ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, മുൻ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായിട്ടുള്ള ചന്ദ്രബാബു നായിഡുവിനെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതിയും ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. മാവോയിസ്റ്റുകളുടെ പ്രധാന നേതാക്കളാണ് ഇന്നിപ്പോൾ ഈ കീഴടങ്ങിയവരിൽ ഏറ്റവും ഉൾപ്പെടുന്നത്. ഇതിൽ സ്ത്രീകളടക്കം 100-ലധികം സ്ത്രീകളടക്കം ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഇവരുടെ കയ്യിൽ നിന്നും AK-47 അതേപോലെ തന്നെ SLR-ഉം ഇൻസാസ് റൈഫിൾ അടക്കമുള്ള തോക്കുകളടക്കമുള്ള ഏതാണ്ട് 153 ആയുധങ്ങളാണ് ഇവർ ഈ പോലീസിന് മുന്നിൽ, ഒപ്പം തന്നെ ഭരണകൂടത്തിന് മുന്നിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ആയുധങ്ങൾ കൂടി താഴെ വെച്ചാണ് അവർ കീഴടങ്ങിയിരിക്കുന്നത്. പ്രധാനമായും അടുത്ത വർഷം മാർച്ച് 31 വരെ ഈ മാവോയിസ്റ്റുകൾക്ക് കീഴടങ്ങുവാൻ വേണ്ടി അവസാന തീയതി നൽകിയിരിക്കുകയാണ്. ഇതിനു മുമ്പ് മാവോയിസ്റ്റുകൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് കത്തെഴുതിയിരുന്നു. ഇത്തരത്തിലുള്ള ഓപ്പറേഷൻ നടപ്പാക്കുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ ഓപ്പറേഷനുകളിലൂടെ അല്ല, മറിച്ച് ചർച്ചകളിലൂടെയാണ് പരിഹാരം കണ്ടത്. കേൾക്കുന്ന തരത്തിലേക്ക് മാവോയിസ്റ്റുകൾ എത്തി. അത് തന്നെ ഏറ്റവും വലിയ വിജയമാണ്. എസ് നന്ദഗോപനാണ് വിശദാംശങ്ങൾ നൽകിയത്. കേരളത്തിൽ ഹമാസ് അനുകൂല പരിപാടികളൊക്കെ വലിയ സജീവമാണ്. എന്നാൽ അങ്ങ് പാകിസ്ഥാനിൽ പലസ്തീൻ പതാക ഉയർത്തിയാൽ അപ്പത്തീരും കഥ. ഹമാസ് അനുകൂല പ്രകടനം നടത്തിയവർക്ക് നേരെ ക്രൂരമായ അക്രമം അഴിച്ചുവിട്ടാണ് പാകിസ്ഥാൻ പോലീസും പട്ടാളവും നേരിട്ടത്. നിരവധി മൃതദേഹങ്ങൾ തെരുവിൽ ചിതറിക്കിടക്കുന്നതായി റിപ്പോർട്ടുണ്ട്. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, ഇതെന്താണ് കഥ? ശ്യാം, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ലാഹോറിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം പാലസ്തീൻ അനുകൂലികളുടെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ ഹമാസിനെ അനുകൂലിക്കുന്നവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ പ്രതിഷേധം തുടങ്ങിവെച്ച ആ ഒരു സാഹചര്യത്തിൽ തന്നെ ശക്തമായ പോലീസ് നടപടി ഉണ്ടായി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ പോലീസ് നടപടിക്കും ഈ പ്രതിഷേധത്തിലേക്കൊക്കെ വഴിവെച്ച ഒരു സാഹചര്യം പാകിസ്ഥാൻ സർക്കാരിൻ്റെ ചില നിലപാടുകളാണ്. അമേരിക്കയുമായി അടുക്കുന്ന ചില നിലപാടുകൾ പാകിസ്ഥാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതുപോലെ തന്നെ ട്രംപിനെ അനുകൂലമായ ചില നിലപാടുകൾ, അതായത് ട്രംപിനെ ഈ നൊബേൽ സമ്മാനം കൊടുക്കുന്നത് സംബന്ധിച്ചൊക്കെ ഈജിപ്തിൽ നടന്ന പീസ് സമ്മിറ്റിലെല്ലാം തന്നെ ഷഹബാസ് ഷെരീഫ് ചില നിലപാടുകൾ അറിയിക്കുകയും ചെയ്തു. ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ പാലസ്തീൻ അനുകൂല വിഭാഗങ്ങളെ പാകിസ്ഥാനിൽ ചൊടിപ്പിച്ചു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. മാത്രമല്ല, ഇസ്രയേലുമായി കൂടുതൽ അടുക്കുന്നൊരു നീക്കം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ടായിരുന്നു. നമുക്കറിയാവുന്നതാണ്, അമേരിക്കയുമായി അടുക്കുന്നു. സ്വാഭാവികമായും അമേരിക്കയുടെ മികച്ച ഒരു സുഹൃത്ത് രാജ്യമായ ഇസ്രയേലുമായി പാകിസ്ഥാൻ അടുക്കുന്ന ഒരു നീക്കം സ്വാഭാവികമായി ഉണ്ടാവുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പ്രതിഷേധമുയർന്നതും അതിശക്തമായ പോലീസ് നടപടി പ്രതിഷേധക്കാർക്കെതിരെ ഉണ്ടാവുകയും ചെയ്തത്. ഈ പ്രതിഷേധക്കാരിൽ ഏതാണ്ട് ഡസൻ കണക്കിന് ആൾക്കാരെ വെടിവെച്ച് കൊന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. 100-ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ശക്തമായ പ്രതിരോധം പാലസ്തീൻ അനുകൂല അല്ലെങ്കിൽ ഇസ്രയേൽ വിരുദ്ധ പ്രതിഷേധങ്ങൾക്കെതിരെ പാകിസ്ഥാനിൽ നടക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പാകിസ്ഥാൻ നിലപാട് മാറ്റി. അതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ ലാഹോറിന് സമീപം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ദൃശ്യങ്ങൾ. അതെ, മെസ്സി വരില്ല കേട്ടോ. അർജന്റീന ടീമും ഇപ്പോൾ കൊച്ചിയിൽ എത്തില്ലെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സ്ഥിരീകരണം. അർജന്റീനിയൻ മാധ്യമമായ ലാ നാസിയോൺ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. കരാറിൽ കേരളം വീഴ്ച വരുത്തിയെന്നും അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ കുറ്റപ്പെടുത്തുന്നു. ആ റിപ്പോർട്ട് കാണാം. കേരളത്തിലേക്ക് മെസ്സി എത്തില്ലെന്ന് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. എന്നാൽ ആരാധകർക്ക് ആവേശമായി അർജന്റീന ടീം നവംബറിൽ എത്തുമെന്നായിരുന്നു കായിക മന്ത്രിയുടെ ഉറപ്പ്.
ഇതിനെ തുടർന്ന് നടപടികളും വീരവാദങ്ങളുമായി സർക്കാർ മുന്നോട്ടുപോയി. എന്നാൽ മെസ്സിക്ക് പിന്നാലെ അർജന്റീന ടീമും കൊച്ചിയിലേക്ക് ഇല്ലെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അർജന്റീനയുടെ ദേശീയ മാധ്യമമായ ലാ നാസിയോൺ ഇക്കാര്യം സ്ഥിരീകരിച്ചു. ആവർത്തിച്ചുള്ള കരാർ ലംഘനവും വീഴ്ചകളും കാരണമാണ് ടീമിന്റെ കൊച്ചി ടൂർ റദ്ദാക്കിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. AFIയുടെ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചാണ് ലാ നാസിയോണിന്റെ വാർത്ത. ആവശ്യപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യാമെന്ന് ഉറപ്പു നൽകിയെങ്കിലും ഒന്നും നടന്നിട്ടില്ലെന്നും വിമർശനമുണ്ട്. എന്നാൽ കരാർ പുനഃക്രമീകരിച്ചാൽ അടുത്ത വർഷം മാർച്ചിൽ കൊച്ചിയിലേക്ക് എത്താമെന്നും അസോസിയേഷൻ വ്യക്തമാക്കുന്നു. ഇനി അറിയേണ്ടത് മെസ്സിയും കൂട്ടരും എത്തുമെന്ന് വ്യാപക പ്രചരണം നടത്തിയ സംസ്ഥാന സർക്കാരിന്റെ നിലപാടാണ്. ന്യൂസ് ഡെസ്ക് ജനം. കാടിനുള്ളിലെ കൗതുക കാഴ്ചകൾ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. ആ കാഴ്ചകൾ അത്രയും ക്യാമറയിൽ പകർത്തി സൂക്ഷിക്കുന്ന ഒരു വനം വകുപ്പ് ഉദ്യോഗസ്ഥയെ പരിചയപ്പെടാം. ബിസ്മി വിൽസൺ. സുന്ദരമായ ഈ റിപ്പോർട്ടോടുകൂടി ഇന്നത്തെ ടോപ്പ് 7 at 7 പൂർണ്ണമാവുകയാണ്. അതിനുശേഷം ഡിബേറ്റുമായി അനിൽ നമ്പ്യാർ എത്തും. നമസ്തേ. അപ്രതീക്ഷിതമായാണ് തിരുവനന്തപുരം പാറശാല സ്വദേശിനിയായ ബിസ്മി വനം വകുപ്പിൽ ജോലിയിൽ പ്രവേശിക്കുന്നത്. അഴുത സെക്ഷനിലെ മോഴിക്കൽ റേഞ്ചിലായിരുന്നു ആദ്യ നിയമനം. വനത്തെ പ്രണയിച്ചു തുടങ്ങിയതിനിടയ്ക്ക് എപ്പോഴോ ബിസ്മിയിലെ ഫോട്ടോഗ്രാഫറും ഉണർന്നു തുടങ്ങി. തന്റെ ആൻഡ്രോയിഡ് ഫോണിൽ ശലഭങ്ങളുടെയും ചെറുപ്രാണികളുടെയും ചിത്രമെടുത്താണ് ഫോട്ടോഗ്രാഫിയുടെ ആരംഭം. ഞാൻ 2018 ജാനുവരിയിലാണ് വനംവകുപ്പിലെ ജോലിക്ക് കയറിയത്. പെരിയാർ ടൈഗർ റിസർവിൽ തന്നെയാണ്. പെരിയാർ ടൈഗർ റിസർവ് വെസ്റ്റ് ഡിവിഷനിലും മോഴിക്കൽ സെക്ഷനിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ റേഞ്ച് ഓഫീസറായിരുന്ന പ്രിയ മാഡം ഒരു ദിവസം എൻ്റെ കൂടെ ഫീൽഡിൽ വന്നിട്ടുണ്ടായിരുന്നു. മാഡം എന്നോട് പറഞ്ഞു, നമ്മൾ എന്തായാലും വനംവകുപ്പിൽ ജോലിക്ക് കയറി, ഇപ്പം നമ്മൾ വനംവകുപ്പിൽ തന്നെ തുടർന്ന് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പാഷൻ ഉണ്ടെങ്കിൽ മാത്രം, എന്തിനോടെങ്കിലും ഒരു പാഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ തുടർന്ന് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുവരെയും ഞാൻ ഈ ഫോട്ടോഗ്രാഫിയായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. പക്ഷെ ഫോട്ടോസ് കാണുമ്പം ഞാൻ ശ്രദ്ധിക്കും എന്നുള്ളതല്ലാതെ എനിക്ക് ഫോട്ടോ എടുക്കാനുള്ള കഴിവുണ്ടെന്നോ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ബട്ടർഫ്ലൈസിനെ നോക്കി തുടങ്ങിയപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ ആൻഡ്രോയിഡ് ഫോണായിരുന്നു. അതിലൊന്നും ബട്ടർഫ്ലൈസിൻ്റെ ഡിഫറൻഷിയേഷൻ ഒന്നും അറിയാൻ പറ്റത്തില്ല. ചെറിയ സ്പോട്ട് വരെ നമുക്ക് ബട്ടർഫ്ലൈസിൻ്റെ നെയിം ചേഞ്ച് ചെയ്യും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഫോൺ മാറ്റി ഡിജിറ്റൽ ക്യാമറ വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഡിജിറ്റൽ ക്യാമറ വാങ്ങി ഞാൻ ബട്ടർഫ്ലൈസിനെ ഓരോന്നായിട്ട് ഫോട്ടോ എടുത്തു തുടങ്ങി. തുടർന്ന് പമ്പ റേഞ്ചിലെത്തുമ്പോൾ ഡിജിറ്റൽ ക്യാമറയിലേക്ക് സ്വപ്നങ്ങൾ വളർന്നിരുന്നു. ചിത്രശലഭങ്ങളെ കൂടാതെ പക്ഷികളും ചെറുജീവികളും ഇഷ്ടങ്ങളുടെ പട്ടികയിൽ കയറിക്കൂടി. വള്ളക്കടവ് റേഞ്ചിലെത്തി വനത്തിലൂടെയുള്ള യാത്രകൾ ആരംഭിച്ചതോടെ ബിസ്മി ഒരു പ്രൊഫഷണൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായി പരുവപ്പെട്ടിരുന്നു. പിന്നീടുള്ള ഓരോ യാത്രയിലും ബിസ്മി പകർത്തിയ ചിത്രങ്ങൾക്കെല്ലാം ഒരു പ്രൊഫഷണൽ ടച്ചും. നല്ലൊരു ക്യാമറ വാങ്ങണം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങണം എന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് പമ്പ റേഞ്ചിൽ നിന്ന് വള്ളക്കടവ് റേഞ്ചിലോട്ട് ട്രാൻസ്ഫർ ആയത്. നിക്കോൺ Z50 ക്യാമറ കിട്ടി. അതിനുശേഷമാണ് ഞാൻ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലോട്ട് തിരിഞ്ഞത്. അപ്പോൾ അതിനുശേഷം ഒരുപാട് മെമ്മറീസിൽ ഒരുപാട് പിന്നെ സീനറി ആയിരുന്നാലും വൈൽഡ് ലൈഫ് ആയിരുന്നാലും ഒരുപാട് വീഡിയോസും ഫോട്ടോസും ഒക്കെ എനിക്ക് എടുക്കാൻ പറ്റി. എല്ലാത്തിനും ദൈവത്തിന് നന്ദി പറയുന്നു. പിന്നെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ സ്റ്റാഫുകൾക്കും, എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ സ്റ്റാഫുകൾക്കും നന്ദി. കാട്ടാനക്കൂട്ടവും ഒറ്റയാനും കരടിയും ചെന്നായും സിംഹവാലൻ കുരങ്ങും പെരിയാറിന്റെ മാനത്ത് പറന്നുയരുന്ന വിവിധയിനം പക്ഷികളും ശലഭങ്ങളുമെല്ലാം ഇന്ന് ബിസ്മിയുടെ ശേഖരത്തിലുണ്ട്. പെരിയാറിലെ ജൈവവൈവിധ്യത്തിന്റെ നേർക്കാഴ്ചകൾ കൂടിയാണ് ബിസ്മിയുടെ ചിത്രങ്ങൾ. സഹപ്രവർത്തകരുടെയും കുടുംബത്തിന്റെയും പിന്തുണയും ബിസ്മിക്ക് കൂടുതൽ ഊർജം നൽകുന്നു. കടുവാ സങ്കേതമെങ്കിലും ഒരു കടുവയെ പോലും ഫ്രെയിമിലാക്കാൻ ബിസ്മിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. തന്റെ വനയാത്രകളിൽ ആ ആഗ്രഹം സാധിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ബിസ്മി. സുബിൻ തോമസ്, ജനം, ഇടുക്കി.